ശ്രുതി ജി ഷാർപ്പ് അഞ്ചര ശ്രുതിയിലാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഫീമെയിൽ വോയിസിൽ അഞ്ചര ശ്രുതി പ്രാക്ടീസ് ചെയ്താൽ പ്രോഗ്രാമിൽ 5 ശ്രുതി ഈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ മെയിൽ വോയിസിൽ 7 ശ്രുതി നന്നായിരിക്കും പ്രാക്ടീസ് ചെയ്താൽ. ക്ലാസിക്കൽ മ്യൂസിക്കിലെ ശ്രുതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫിലിം സോങ്ങിലും ലൈറ്റ് മ്യൂസിക്കിലും ശ്രുതിക്ക് വ്യത്യാസം വരും. ശ്രീ പുരന്ദരദാസർ എന്ന സംഗീതജ്ഞൻ, അദ്ദേഹത്തെ കർണാടക സംഗീതത്തിലെ സംഗീത പിതാമഹൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് കണ്ടുപിടിച്ച സ എന്ന ശബ്ദസ്വരം മയിലിൻ്റെ ശബ്ദത്തിൽ നിന്നാണ്. മയിലിൻ്റെ ശബ്ദത്തിൽ നമുക്ക് അഞ്ചര ശ്രുതിയിലൊന്ന് പാടി നോക്കാം. അതിനേക്കാൾ മുമ്പേ നമുക്ക് സാപ്പാസ, ത്രിസ്ഥാനം. എല്ലാവരും സംഗീതം പഠിക്കുമ്പോൾ തുടക്കത്തിൽ സാപ്പാസ പാടുന്നതാണ് ഏറ്റവും പ്രധാനം. സാപ്പാസ തുടക്കത്തിലും പാട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ സാപ്പാസ പാടാറുണ്ട്. അപ്പോൾ സാപ്പാസ ജി ഷാർപ്പ് അഞ്ചര ശ്രുതിയിൽ ഒന്ന് മൂളി നോക്കാം. സാ പാ സാ പാ സാ. സപ്തസ്വരത്തിലെ സ ഏറ്റവും താഴത്തെ സ്വരമാണ് സ. താഴെ നിന്നും മുകളിലോട്ടാണ് സപ്തസ്വരങ്ങൾ പാടുന്നത്. ഈ സപ്തസ്വരങ്ങളെ ആരോഹണമെന്നും അവരോഹണമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ആരോഹണം എന്ന് വെച്ചാൽ സപ്തസ്വരങ്ങൾ പടിപടിയായി താഴെ നിന്നും മുകളിലോട്ട് പാടുന്നതാണ് ആരോഹണം. അവരോഹണം സപ്തസ്വരങ്ങൾ മുകളിൽ നിന്നും താഴോട്ട് പടിപടിയായിട്ട് താഴോട്ട് പാടുന്നതാണ് അവരോഹണം. ഇതിൽ ആരോഹണം നമുക്കൊന്ന് പാടി നോക്കാം. സ എന്ന സ്വരം ശ്രീ പുരന്ദരദാസർ എന്ന സംഗീത പിതാമഹൻ, അദ്ദേഹം സ മയിലിൻ്റെ ശബ്ദത്തിൽ നിന്നും ആണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞല്ലോ. ആ സ എന്ന സ്വരം താഴെയും പാടും മുകളിലും പാടുന്നുണ്ട്. അപ്പം താഴത്തെ ഷഡ്ജം, മുകളിലത്തെ ഷഡ്ജം, ഈ 2 ഷഡ്ജത്തിലുമാണ് നമ്മൾ പാടാറുള്ളത്. അതിൽ അകാരം, ഹികാരം, ഉകാരം എല്ലാം ഈ സപ്തസ്വരങ്ങളെ നമ്മൾ കൊടുത്താണ് പാടുന്നത്. അകാരം ഇകാരം കൊടുത്ത് പാടുമ്പോൾ നമുക്ക് നല്ലതായിട്ട് തുറന്ന് കർണാടക സംഗീതം പാടാൻ പറ്റും. സ എന്ന സപ്തസ്വരം ഏറ്റവും താഴത്തെ സ, മയിൽ താഴെ ശബ്ദിച്ചു കഴിഞ്ഞാൽ സ എന്ന സപ്തസ്വരം നമുക്ക് പാടി നോക്കാം. സാ അകാരം കൊടുത്ത് താഴെ സാ പാടുമ്പോൾ അത്രയും പതിഞ്ഞ സൗണ്ടിലാണ് മയിൽ ശബ്ദിക്കാറുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക് പാടുമ്പോൾ നിവർന്നിരുന്ന് വേണം പാടാൻ. ചമ്രം കൂട്ടി നിവർന്നിരുന്ന്, നാഭിയിൽ നിന്നാണ് സപ്തസ്വരം സാ വരുന്നത്. അപ്പം നമുക്ക് ആ നാഭിയിൽ കൈകൊണ്ട് സ്പർശിച്ച് സ എന്ന് പാടി നോക്കാം. നാഭിയിൽ നിന്ന് ഇത്രയും ശരീരത്തിൻ്റെ ഓരോരോ സ്ഥാനത്തൂടെ നമ്മുടെ ശരീരത്തിന് ഒരു എനർജിയും കൂടെ തരികയാണ് ക്ലാസിക്കൽ മ്യൂസിക്. അപ്പം നമുക്ക് സ എന്ന് പാടി നോക്കാം. സാ സ എന്ന സപ്തസ്വരം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്വരമാണ് രി. സ ഷഡ്ജം, അടുത്ത രി ഋഷഭം. ഋഷഭം എന്നും ഋഷഭം എന്നും പറയാറുണ്ട്. ഋഷഭം എന്ന് വെച്ചാൽ കാള. കാളയുടെ ശബ്ദമാണ് അദ്ദേഹം 2ാമത്തെ സപ്തസ്വരത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ കാളയുടെ ആ ശബ്ദമാണോ ഋഷഭത്തിന് എന്ന് നമുക്ക് പാടി നോക്കാം. ഋഷഭം പാടിയപ്പോൾ ഒരു ഗൗരവം ആ സമയത്ത് ഫീൽ ചെയ്തു.
അത് കാളയുടെ ശബ്ദമായതുകൊണ്ടാണ് ഗൗരവം നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്തത്. അപ്പോൾ ആ ഋഷഭം, ഏറ്റവും താഴത്തെ ഷഡ്ജം സാ, അതിൻ്റെ തൊട്ടുമുകളിൽ ഋഷഭം രി. സാ രി, ഷഡ്ജം ഋഷഭം. ഈ ഋഷഭം പാടുമ്പോൾ നമ്മുടെ ഹാർട്ടിന് എനർജി തരുന്ന ഒരു സ്വരം കൂടിയാണ് ഋഷഭം. ഹാർട്ടിന് പ്രശ്നമുള്ളവർ ഈ ഋഷഭം പാടിയാൽ നല്ല ഒരു എനർജി ഹാർട്ടിന് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഹാർട്ടിൻ്റെ അവിടെ ഈ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നമുക്ക് ഋഷഭം പാടി നോക്കാം. റേ, കറക്റ്റ് ഹാർട്ടിൽ നിന്നുമാണ് ആ ഋഷഭം വന്നത്. അപ്പോൾ ഷഡ്ജം ഋഷഭം.